വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 254. ആന്തരിക ബലമാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. ജീവിതയാത്രയിൽ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള നമ്മുടെ പെരുമാറ്റമാകും നമ്മുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുക. ഏത് സന്ദർഭങ്ങളിലും ക്ഷമയോടും മാന്യതയോടും പെരുമാറാൻ കഴിയുന്നവരാണ് ഉയർന്ന വ്യക്തിത്വമുള്ളവർ. പ്രത്യേകിച്ചും നമ്മേക്കാൾ കുറഞ്ഞ വിധാനത്തിലുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനവും വളരെ പ്രധാനമാണ്. അറിയുന്നവരെയും അറിയാത്തവരെയും പരിഗണിക്കുകയും മാന്യമായും മാനുഷികമായും പെരുമാറുകയും ചെയ്യുവാനാണ് നാം പരിശീലിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചൊരു കുറിപ്പ് ഇപ്രകാരമാണ്. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂറോപ്യൻ അമേരിക്കൻ വിദ്യാർത്ഥിയുടെ സീറ്റിൽ കറുത്തു തടിച്ച ഒരു മനുഷ്യൻ വന്നിരുന്നു. ഒരു ആഫ്രിക്കൻ വംശജൻ തന്റെ സീറ്റിൽ തൊട്ടുരുമിയിരിക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്റെ നീരസം പ്രകടമാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന മനുഷ്യനെ തള്ളി നീക്കാൻ തുടങ്ങി. അയാൾ ഒന്നും പ്രതികരിക്കാതെ ഒതുങ്ങിക്കൂടിയിരുന്നു. പക്ഷെ ആ കൗമാരക്കാരൻ വീണ്ടും അസഹ്യത പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന തടിച്ച മനുഷ്യനെ കുറെ കൂടി തള്ളി നീക്കാൻ ശ്രമിച്ചു. അപ്പോഴും യാതൊന്നും പ്രതികരിക്കാതെ അദ്ദേഹം കുറെ കൂടി ഒതുങ്ങിച്ചേർന്നിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തടിച്ച മനുഷ്യന് ഇറങ്ങാനുള്ള സ്ഥലമായി. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് തന്റെ ബിസിനസ് കാർഡ് എടുത്ത് വിദ്യാർത്ഥിക്ക് നൽകി. അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തന്റെ കയ്യിലിരിക്കുന്ന ബിസിനസ് കാർഡിലേക്ക് അലസഭാവത്തിൽ നോക്കിയ കൗമാരക്കാരൻ ഞെട്ടിപ്പോയി. അതിൽ പ്രിന്റ് ചെയ്തിരുന്നത് ഇപ്രകാരമായിരുന്നു: ജോ ലൂയിസ്, ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ. 1937 മുതൽ 1949 വരെ തുടർച്ചയായി ലോക ബോക്സിംഗ് ചാമ്പ്യൻ പട്ടം നേടിയ ജോ ലൂയിസിന് വേണമെങ്കിൽ തന്നെ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന കൗമാരക്കാരനെ തിരിച്ചു തള്ളാമായിരുന്നു. തന്റെ കരുത്തേറിയ മസിലിന്റെ ശക്തി പല വിധത്തിലും പ്രകടിപ്പിച്ച് ആ ബാലനോട് പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്തില്ല. എന്നാൽ കഴിവില്ലാത്തതുകൊണ്ടല്ല തിരിച്ചടിക്കാത്തതെന്ന് മനസ്സിലാക്കാനായി താൻ ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഗുസ്തിക്കാരനാണെന്ന് മനസ്സിലാകും വിധം തന്റെ അഡ്രസ് കാർഡ് നൽകുക മാത്രം ചെയ്തു. എന്താണിതിന് കാരണം? ജോ ലൂയിസിന്റെ ശരീരത്തെക്കാൾ കൂടുതൽ കരുത്ത് മനസ്സിനായിരുന്നു. തിരിച്ചടിക്കാൻ ബലവും ന്യായവും ഉണ്ടായിരിക്കുമ്പോഴും തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ ആന്തരിക ബലമുണ്ടാകണം. ആ ആന്തരിക ബലമാണ് ഏറ്റവും വലിയ വിജയമന്ത്രമെന്ന് നാം തിരിച്ചറിയണം. വാസ്തവത്തിൽ മനസ്സിന് ശക്തിയില്ലാത്തവരാണ് എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അനിഷ്ടകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മോശമായ പ്രതികരണം കേൾക്കുമ്പോഴും 2 വാക്ക് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനമാവില്ല. ഒരുപക്ഷെ പിന്നീട് ഖേദിക്കുന്ന തരത്തിലാകും ഇത്തരക്കാരുടെ പല പ്രതികരണങ്ങളും. വാസ്തവത്തിൽ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂർണമാവുകയാണ് ചെയ്യുക. അതിനാൽ ക്ഷമാപൂർവം പലതിനെയും സ്വീകരിക്കാൻ നാം പഠിക്കണം. എല്ലാം ശരിയാക്കാനും എല്ലാവരെയും മര്യാദ പഠിപ്പിക്കാനും പോയാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ദുസ്സഹമാവുകയെന്നത് നാം ഓർക്കണം. ആത്മബലവും ബഹുമാനവും പ്രദാനം ചെയ്യാൻ സഹായകമായ 11 ചെറിയ ശീലങ്ങൾ എന്ന തലക്കെട്ടിൽ വായിച്ചൊരു കുറിപ്പ് കൂടി ഇതോടൊന്നിച്ചു വെക്കാം. 1. ബി ഓതന്റിക്, ഡോണ്ട് ജസ്റ്റ് എഗ്രി. ആധികാരികത പുലർത്തുക, വെറുതെ സമ്മതിക്കരുത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ആധികാരികമാകണം. ആരെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ സമ്മതിച്ചു കൊടുക്കരുത്. 2. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി, സ്ലോ ഡൗൺ. ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും സംസാരിക്കുക. കേൾക്കുന്നവർക്ക് മനസ്സിലാകുവാൻ സംസാരത്തിന്റെ വേഗത കുറയ്ക്കുക. 3. ഷോ ജെന്യുയിൻ ഇൻട്രസ്റ്റ്, ബി പ്രസന്റ്. യഥാർത്ഥ താല്പര്യം കാണിക്കുക, മനസ്സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഇടപെടുന്ന വിഷയത്തിൽ യഥാർത്ഥ താല്പര്യം കാണിക്കുക എന്നതും മനസ്സാന്നിധ്യത്തോടെ പെരുമാറുക എന്നതും ഏറെ പ്രധാനമാണ്. 4. സ്റ്റേ കാം, എംബ്രേസ് യുവർ നാച്ചുറൽ കോൺഫിഡൻസ്. ശാന്തത പാലിക്കുക, നിങ്ങളുടെ സ്വാഭാവിക ആത്മവിശ്വാസം സ്വീകരിക്കുക. ഏത് സന്ദർഭങ്ങളിലും വിരളി പിടിക്കാതെ ശാന്തത പാലിക്കുകയും ശരിയായ ആത്മവിശ്വാസത്തോടെ പെരുമാറുകയും ചെയ്യുക. ആത്മവിശ്വാസമില്ലായ്മയും അമിതമായ ആത്മവിശ്വാസവും ഒരുപോലെ അപകടകരമാണ്. 5. ലൈറ്റൻ അപ്പ്, എൻജോയ് ദ മൊമെന്റ്. ലഘുവായി കാണുക, ടേക്ക് ഇറ്റ് ഈസി. ഈ നിമിഷം ആസ്വദിക്കുക. ഓരോ വിഷയവും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുകയും അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി സമാധാനമായിരിക്കുകയും ചെയ്യുക. 6. ടേക്ക് അപ്പ് സ്പേസ്, പ്രൊജക്ട് കോൺഫിഡൻസ്. നമ്മുടെ സ്പേസ് ഏറ്റെടുക്കുക, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ സ്പേസ് കണ്ടെത്തുകയും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും ചെയ്യുക. 7. ഡിസ്കസ് ചാലഞ്ചിങ് ടോപ്പിക്സ്, സ്പീക്ക് യുവർ ട്രൂത്ത്. വെല്ലുവിളി നിറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളുടെ സത്യം പറയുക.
കിടമത്സരത്തിന്റെ ലോകത്ത് വെല്ലുവിളികളെ അഭിമുഖീകരിച്ചേ മുന്നേറാനാകും. ഏത് ഘട്ടത്തിലും തനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക. 8. ലിസൺ വിതൗട്ട് ഇന്ററപ്റ്റിംഗ്. തടസ്സം കൂടാതെ കേൾക്കുക. ഒരു നല്ല കേൾവിക്കാരനാവുക എന്നത് വിജയിക്കുവാൻ അത്യാവശ്യമാണ്. മുൻവിധികളോ തടസ്സങ്ങളോ കൂടാതെ ശ്രദ്ധിച്ച് കേട്ടാണ് വിജയപഥത്തിൽ മുന്നേറേണ്ടത്. 9. ബി പ്രസന്റ്, അവോയ്ഡ് ഓവർ തിങ്കിങ്. ഇന്നിൽ ജീവിക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അനാവശ്യമായ ചിന്തകളും ആശങ്കകളുമാണ് പലപ്പോഴും പലരുടെയും ഇന്നിൻ്റെ സന്തോഷം കെടുത്തുന്നത്. 10. ഡോണ്ട് റിയാക്ട് ടു ക്രിറ്റിസിസം, സ്റ്റേ കമ്പോസ്ഡ്. എപ്പോഴും വിമർശനങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല, മിക്കപ്പോഴും സംയമനം പാലിക്കുക. 11. ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ജസ്റ്റ് ദ ഔട്ട്കം. ഫലത്തിൽ മാത്രമല്ല പ്രക്രിയയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ ശീലങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാനാവും. ആത്മബലം നേടാനും സ്വയം ശക്തീകരിക്കാനും സൂത്യശപൂർണമായ ശ്രമങ്ങൾ നടത്തുന്നത് വിജയപഥം അനായാസമാക്കും. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceo.media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.